ക്വസ്റ്റിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ നിറത്തിൽ, ഈ ബ്ലൂ നിറത്തിൽ, ഒരു കടും ബ്ലൂ നിറത്തിൽ നീറ്റ് 2024 ഡേറ്റ ആണെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്ര ഈസി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആ ഈസി ക്വസ്റ്റിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞു. നമുക്കറിയാൻ വേണ്ടി പറ്റും ദിസ് ആൻസർ വാസ് 150 നിന്ന് ഏകദേശം 91 ഡ്രോപ്പ് ചെയ്തത്. ഈ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ വെറും 27 ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഇവിടെ 70 ക്വസ്റ്റ്യനോളം ലെവൽ 2 ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 19 ക്വസ്റ്റ്യൻ ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. സോ വാട്ട് വിൽ ഹാപ്പൻ, ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് ഓൺലി വൺ ആൻസർ. നിങ്ങളുടെ മാർക്ക് വല്ലാതെ കുറയും, ഡെഫിനറ്റ്ലി മാർക്ക് വല്ലാതെ കുറയും. ഇതിൻ്റെ സങ്കടത്തിലാണ് നിങ്ങൾ ഉണ്ടാവുക. പക്ഷേ സന്തോഷിക്കാനുള്ള വകുപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. റാങ്ക് വിൽ ബി ദർ, റാങ്ക് സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ. സോ മാർക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ റാങ്കിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇനി റാങ്കിന് മാറ്റം വരുവാണെങ്കിൽ റാങ്ക് ഒരു പൊടിക്ക് മേളിലേക്ക് പൊങ്ങുക മാത്രമേ ചെയ്യാം. നമുക്ക് അഥവാ കിട്ടേണ്ടിയിരുന്ന റാങ്കിനേക്കാൾ കുറച്ച് ബെറ്റർ റാങ്കിലേക്ക് പോവുക ചെയ്യുന്നുള്ള കാര്യം. നമുക്ക് ഇനി ഈ വർഷത്തെ സബ്ജക്റ്റ് അനാലിസിസിലേക്ക് കടക്കാം. സബ്ജക്റ്റ് അനാലിസിസിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തിങ് ഫിസിക്സ് ആണ്. നമുക്കറിയാം